ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് PR-ഓടുകൂടി പോകണമെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് വിസ ആവശ്യമാണ്. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ് നോളജ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് നോളജ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചില എക്സാംസ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണിക്കേണ്ടതുണ്ട്. അതിൽ അങ്ങനെയുള്ള ഇംഗ്ലീഷ് നോളജ് മെഷർ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് IELTS എന്ന് പറയുന്നത്. ഈ ആക്ച്വലി IELTS എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് IELTS, പക്ഷേ ഞാൻ IELTS എന്ന് പറയുന്നത് മാത്രം. IELTS മീൻസ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഒരുവിധം വേൾഡ് വൈഡായിട്ട് എല്ലാ രാജ്യങ്ങളും തന്നെ, അല്ലെ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് IELTS എന്ന് പറയുന്നത്. ഇനി IELTS എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTS രണ്ട് തരത്തിലുണ്ട്. IELTS Academic ആൻഡ് IELTS General. IELTS Academic എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കാനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് IELTS Academic ടെസ്റ്റാണ്. നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ IELTSൻ്റെ ജനറൽ എക്സാമാണ് എഴുതേണ്ടത്. IELTS Academic ആയിക്കോട്ടെ, IELTS General ആയിക്കോട്ടെ, ഇതിൽ 4 വിഭാഗങ്ങളാണ് വരുന്നത്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 മൊഡ്യൂളുകളിലാണ് നമുക്ക് സ്കോർ ഇടുക. 9 ബാൻഡിലാണ് സ്കോർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പെർഫോമൻസിന്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലിനും അനുസരിച്ച് ഓരോന്നിനും നമുക്ക് 9 ബാൻഡിലൊരു സ്കോർ കിട്ടും. പിന്നെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്കോറും കിട്ടും. പല രാജ്യങ്ങൾക്കും മിനിമം പല റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ IELTS എക്സാമിൻ്റെ നടത്തിപ്പിനെ കുറിച്ചാണ്. IELTS എക്സാം ബേസിക്കലി ബ്രിട്ടീഷ് കൗൺസിലും IDP എന്ന് പറയുന്ന 2 ഏജൻസീസാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ IELTS എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IDP ആണ്. ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ, ചില ജില്ലകളിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ തന്നെ സെൻറ്ററുകൾ IELTS എക്സാമിനുണ്ട്. എല്ലാ മാസവും IELTS എക്സാമുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി IELTS എക്സാം 2 മോഡ്സിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ പെൻ ആൻഡ് പേപ്പർ മോഡാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള രണ്ടാമത്തെ ഒരു മോഡാണ് കമ്പ്യൂട്ടർ ബേസ്ഡ്. അപ്പോൾ നമുക്ക് ടൈപ്പിംഗ് സ്കില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഗോ ഫോർ പെൻ ആൻഡ് പേപ്പർ എക്സാം. ഇൻ കേസ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര മോശമാണെങ്കിൽ നമ്മൾ എന്തായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എടുക്കുക. പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാമിന് ഓൾമോസ്റ്റ് 15 days ആണ് റിസൾട്ട് വരാനായിട്ട് എടുക്കുന്നത്. ഇനി അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക് ആയിട്ട് IELTS എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.